ഇങ്ങനൊരു കോച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റും, ഇവിടെ എറണാകുളത്തേക്ക് വരാൻ പറ്റും എന്നൊന്നും. പക്ഷേ ഇവിടെ ചേച്ചിയുടെയും ചേട്ടൻ്റെ അടുത്ത് വന്ന് അവരാണ് I+ ചൂസ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. I+ൽ വിട്ട് കോച്ചിങ് എടുത്ത് തന്നെ നെറ്റ് പഠിച്ച് കയറണം എന്ന് പറഞ്ഞ് അവരാണിത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് I+ലേക്ക് ജോയിൻ ചെയ്യണത്. മിസ്റ്റേക്കിൽ നിന്നാണ് കൂടുതലും ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പം ആദ്യം തന്നെ നല്ല മടി ഉണ്ടായിരുന്നു. ആ നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഒരിക്കലും നമ്മുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരില്ല എന്നൊരു ബോധം നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യില്ലേ, അങ്ങനെ ഞാൻ റിയലൈസ് ചെയ്യുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാപ്പബിലിറ്റി നമുക്കേ അറിയത്തുള്ളൂ, അത് ചുറ്റുമുള്ളവർക്ക് അറിയത്തില്ല നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി നടത്തി പഠിക്കാൻ പറ്റും എന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. കാരണം NDAയുടെ ഒരു ലോജിക്കിനനുസരിച്ച്, അവരുടെ ഒരു നാക്കിനനുസരിച്ച് വേണം നമ്മളിത് പഠിച്ചെടുക്കാനായിട്ട്. അപ്പം അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതുണ്ട്. അതിനൊരു ഗൈഡൻസ് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അമലുവാണ്. അമലു എൻ്റെ ക്ലാസ്സിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും കുറവ് സ്ട്രെസ് ഉള്ളൊരു വ്യക്തിയാണ് എന്ന് ഒരു ഇൻട്രോ പറഞ്ഞു വേണം നമുക്ക് തുടങ്ങാൻ. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രിക്ക് ശേഷം റാങ്ക് ഹോൾഡറായിട്ട് വന്ന് നെറ്റ് പാസ്സായ ആളും അല്ലേ? അപ്പോൾ ആ ജേണി എങ്ങനെയായിരുന്നു? ഞാൻ 2025 ഇൻ്റഗ്രേറ്റഡ് MA ഇംഗ്ലീഷ് പഠിച്ച് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നേരെ തന്നെ I+ലേക്ക് ജോയിൻ ചെയ്യുമായിരുന്നു. ഇടയ്ക്കൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും നെറ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് കുറേ പേര് പറഞ്ഞു സ്വന്തമായിട്ട് പഠിച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2 തവണ സ്വന്തമായിട്ട് പഠിച്ച് എഴുതിയത്. പക്ഷേ അപ്പോഴൊക്കെ 102 ഇതൊക്കെ വലിയ മാർക്കാണെന്നാണ് എൻ്റെ വിചാരം. ഇതിനെപ്പറ്റി നല്ലൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് അതൊക്കെ വിശ്വസിച്ചാൽ എന്നേലും കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു. ഇങ്ങനൊരു കോച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റും, ഇവിടെ എറണാകുളത്തേക്ക് വരാൻ പറ്റും എന്നൊന്നും. പക്ഷേ ഇവിടെ ചേച്ചിയുടെയും ചേട്ടൻ്റെ അടുത്ത് വന്ന് അവരാണ് I+ ചൂസ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. I+ൽ വിട്ട് കോച്ചിങ് എടുത്ത് തന്നെ നെറ്റ് പഠിച്ച് കയറണം എന്ന് പറഞ്ഞ് അവരാണിത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് I+ലേക്ക് ജോയിൻ ചെയ്യണത്. ചേച്ചിയും ചേട്ടനും എങ്ങനെ അറിഞ്ഞു I+നെ പറ്റി? ആ കഥ അവര് കുറെ സെർച്ച് ചെയ്തു, ഒരുപാട് നോക്കി. അത് കഴിഞ്ഞ് I+ന്റെ ഓരോ വീഡിയോസ് അയച്ചു തരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം സാറിൻ്റെ കുറേ മാത്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇതാണ്, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി. പഠിച്ചാൽ കിട്ടും, ഒരു അക്കാദമിയാണ്, പഠിച്ചാൽ കിട്ടും. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയതല്ലേ? അതോടൊപ്പം തന്നെ ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അമലു കണക്കിനെ പേടിയുള്ള, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നേരത്ത് കഴിവതും എനിക്ക് മുഖം തരാതിരിക്കുന്ന ഒരാളായിരുന്നു. എങ്ങനെയായി പരീക്ഷാ ഹാളിൽ ഈ സ്ട്രെസ്സിനെ അതിജീവിച്ചത്? ഇതേ പ്രശ്നം പരീക്ഷാ ഹാളിലും ചെറിയ രീതിയിലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് കുട്ടികൾ പരീക്ഷ സ്ട്രെസ് കൊണ്ട് കുളവാക്കാറുമുണ്ട്. അപ്പൊ സ്ട്രെസ് ഉണ്ടായിട്ടും അത് അതിജീവിച്ച ആളെന്നുള്ള നിലയിൽ എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്തു? നേരത്തെ 2 പരീക്ഷയിലും സാറ് പറഞ്ഞ പോലെ ഭയങ്കര വെപ്രാളമായിരുന്നു. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മാത്സ് ഒക്കെ കാണാനായിട്ട് ഈ മാത്സ് തന്നെ വെച്ച് നമ്മളൊരു അരമണിക്കൂർ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര വെപ്രാളപ്പെട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. I+ൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എനിക്ക് എക്സാമിന് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ഒരു 3 hours തന്നെ ഇരുന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 hour പേപ്പർ 1ഉം പേപ്പർ 2 അങ്ങനെ 3 hours കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണമെന്ന്. ഇപ്പം ശരിക്കും ഞാൻ നേരിട്ടൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ എക്സാം എടുക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരിക, പെട്ടെന്ന് നമ്മൾ ഫിസിക്കലി ഭയങ്കര ടയേർഡായി പോവുക, പെട്ടെന്ന് തന്നെ വൊമിറ്റ് വരിക, അങ്ങനത്തെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ഇത് കുറഞ്ഞ് അങ്ങനെയാണ് വന്നത്. സ്ട്രെസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതാ പലപ്പോഴും. അത് ഫിസിയോളജിക്കലായിട്ട് ശാരീരികമായിട്ടും സ്ട്രെസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെയാ എൻ്റെ ബേസിക് നോളജിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. അപ്പം എന്തായാലും അത് ഒത്തിരി സന്തോഷമായി. ആ പ്രാക്ടീസ് നമ്മളെപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമല്ലേ, 2 മിനിറ്റ് കൂടുതൽ ഒരു ചോദ്യത്തിന് എടുക്കരുത്. പെട്ടിക്കകത്തിട്ട് വെച്ചിട്ടില്ലായിരുന്നോ നോട്ട്ബുക്കിൽ? എങ്ങനെയുണ്ടായിരുന്നു മാത്സിലെ ഇമ്പ്രൂവ്മെന്റ്? മാത്സ് എങ്ങനെ പഠിച്ചെടുത്തു? മാത്സ് ഒരുപാട് സമയം കിട്ടിയാൽ മാത്രം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കിഷ്ടമുള്ളൊരു വിഷയമാണ്. ആൻസർ കിട്ടും, പക്ഷെ ഒരുപാട് സമയം എടുക്കും. പക്ഷേ നമുക്കതല്ലല്ലോ നെറ്റിൻ്റെ എക്സാമിന് വേണ്ടത്, ഇത്ര സമയത്തിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം അതെനിക്ക് ചലഞ്ചായിരുന്നു. ആദ്യമൊന്നും DI ഒരെണ്ണമൊക്കെ ശരിയാവുന്നത് ഇപ്പം നെറ്റിൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴേക്കും 5 എണ്ണം DI ശരിയായി, 5 മാത്സും ശരിയായി, 5 റീഡിങ് കോംപ്രഹെൻഷനും ശരിയായി. അപ്പൊ 15 നേടി. അതെ. ഓ, നല്ലൊരു കയ്യടി തരേണ്ട ആളാ കേട്ടോ.
ഞാൻ എപ്പോഴും ഏറ്റവും പഠിക്കേണ്ട യൂണിറ്റുകൾ ഏതാന്ന് ചോദിച്ച് യൂട്യൂബിലൊക്കെ ആണെങ്കിലും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ. അതിൽ 15-15 സ്കോർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ട്രിമൻഡസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് 6 മാസം മുമ്പ് I+ൽ എത്തിയപ്പോൾ കണക്കിലെ ചോദ്യങ്ങളോട് പേടിയുള്ള DIയിൽ ഒരെണ്ണം മാത്രം ശരിയാവുന്ന ആളെന്നുള്ള നിലയിൽ കൺഗ്രാറ്റ്സ് കേട്ടോ. ഈ എഫേർട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ചെറിയ ഡിഫറൻസിനാണ് നിങ്ങൾക്കൊക്കെ JRF മിസ്സായിട്ടുള്ളതെന്ന് അറിയാം. ഇനി എന്തായാലും JRFിലേക്ക് പഠിക്കും എന്ന് ഉറപ്പാണ്. കാര്യം 4th റാങ്ക് ഹോൾഡറായിട്ട് മിടുക്കിയായിട്ട് പഠിക്കാൻ കഴിവുള്ള, ആഗ്രഹമുള്ള, പരിമിതികളൊക്കെ മറികടക്കാൻ പറ്റുന്ന ആളാണ്. എന്തൊക്കെയാ ഒരു വീക്ക്നെസ്സുകൾ ഐഡന്റിഫൈ ചെയ്തതും എങ്ങനെ അത് തിരുത്തും? അതെ, മിസ്റ്റേക്കിൽ നിന്നാണ് കൂടുതൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പം ആദ്യം തന്നെ നല്ല മടി ഉണ്ടായിരുന്നു. ആ നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഒരിക്കലും നമ്മുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരില്ല എന്നൊരു ബോധം നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യില്ലേ, അങ്ങനെ ഞാൻ റിയലൈസ് ചെയ്യുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ഈ ഗോൾഡൻ ഏജസിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയാൽ അത് പിന്നീടുള്ള ലൈഫിലേക്ക് നമുക്ക് ഉപകാരപ്പെടുള്ളൂ എന്നുള്ള കുറേ റിയലൈസേഷൻസ് ഒക്കെ വന്നു. അങ്ങനെ ആദ്യം തന്നെ മടി എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു സ്കോറിൽ. രണ്ടാമത്തെ മിസ്റ്റേക്കായിരുന്നു പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഈ വിഷയങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും, ഈ ചാപ്റ്റേഴ്സ് മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ഇതൊന്നും പഠിക്കാൻ പറ്റില്ല, ഇപ്പം റിസർച്ച് എനിക്ക് പഠിക്കാൻ പറ്റില്ല, പീപ്പിൾ ഡെവലപ്മെന്റ് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള മുൻവിധികൾ ഉണ്ടായിരുന്നു. അത് തന്നെ മാറ്റി റിസർച്ച് എന്നാൽ പഠിച്ചിട്ടേ ഉള്ളൂ എന്നൊരു ഇതിലേക്ക് വന്നു. അങ്ങനെ റിസർച്ച് പഠിക്കാൻ തുടങ്ങി. അത് പിന്നെ ആൻസർ ചെയ്യാൻ പറ്റിയപ്പോഴേക്കും നല്ല കോൺഫിഡൻസ് ആയി. അപ്പം ആ മിസ്റ്റേക്ക് മാറ്റി. പിന്നെയുള്ളത് ഈ പറയുന്ന വെപ്രാളം, ഈ ഒരു അത് മാറ്റിയതിപ്പം എനിക്ക് കൂടുതലും സമാധാനം കിട്ടുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പം ഭയങ്കര വെപ്രാളപ്പെടുന്ന സമയത്ത് ശാന്തമായിട്ട് പോയിരുന്ന പ്രാർത്ഥിച്ച് എൻ്റെ മൈൻഡ് ഓക്കെ ആവും. നമ്മുടെ മൈൻഡ് ഓക്കെ ആകുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ്. ആൾക്കാരായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, അതൊന്നും ഒഴിവാക്കരുത്. അതൊക്കെ ഒരുപാട് സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും കിട്ടിയ ഒരു സപ്പോർട്ട്, I+ന്റെ ടീച്ചേഴ്സിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്, ഇതൊക്കെ വലിയതായിരുന്നു. ഒത്തിരി സന്തോഷം. ഈ ഒരു കാര്യങ്ങളൊക്കെ ജേർണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ഇനിയും ഇത് പ്രിപ്പയർ ചെയ്യുന്ന, ഇതുപോലെ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ കൊണ്ട് നേടാൻ പറ്റാതിരിക്കുന്ന ഒരാളോട് എന്താ കുട്ടികളോട് പറയാനുള്ളത്? ഇനി നെറ്റിനും JRFിനും തയ്യാറെടുക്കുന്നവരോട്? നമ്മുടെ ക്യാപ്പബിലിറ്റി നമുക്കേ അറിയത്തുള്ളൂ, അത് ചുറ്റുമുള്ളവർക്ക് അറിയത്തില്ല നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി നടത്തി പഠിക്കാൻ പറ്റും എന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവുക. അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. കാരണം NDAയുടെ ഒരു ലോജിക്കിനനുസരിച്ച്, അവരുടെ ഒരു നാക്കിനനുസരിച്ച് വേണം നമ്മളിത് പഠിച്ചെടുക്കാനായിട്ട്. അപ്പം അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതുണ്ട്. അതിനൊരു ഗൈഡൻസ് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇനി പഠിക്കുന്ന കുട്ടികളോട് പറയുന്നത്, നമ്മളുടേതായിട്ടുള്ള നമുക്കൊരു വിജയത്തിലേക്ക് എത്തേണ്ട ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിലൊരു വിശ്വാസം കൊടുക്കുക, അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം കൊടുക്കുക. മറ്റുള്ള നെഗറ്റീവ് തോട്ട്സിനോടൊക്കെ ഒരു ബൈ പറയുക. അങ്ങനെയുള്ള എൻവയോൺമെൻറ്റ്സിലേക്ക് നോക്കാതെ ഇരിക്കുക. പിന്നെ ആർക്കെങ്കിലും ഇപ്പം നിങ്ങൾ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോട് മറുപടി പറയാൻ നിൽക്കണ്ട. നമ്മുടെ സക്സസ് ആണ് അവർക്കുള്ളൊരു മറുപടി എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം. സ്ട്രഗിളുകൾ ഫേസ് ചെയ്ത് വിജയിച്ച ഒരാളുടെ കോൺഫിഡൻസ് ആ വാക്കുകളിലുണ്ട്. I+ന്റെ ടീമിൻ്റെ ഭാഗത്തുനിന്നും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നും അമലുവിന് പ്രത്യേക ഒരു നന്ദി. JRFിലേക്കുള്ള ജേർണിയിൽ എല്ലാവിധമായിട്ടുള്ള ആശംസകൾ. താങ്ക് യു സർ.